ഹലോ ഫ്രണ്ട്സ്, ജുവൽപൂൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ തൃശ്ശൂരത്തെ പരിപാടികളാണ്. അതായത് നമ്മുടെ എക്സിബിഷന് വന്നേക്കാണ് ഞങ്ങൾ. അപ്പോൾ തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞു, അപ്പോൾ എക്സിബിഷനാണ്. അപ്പോൾ എക്സിബിഷന് ഇനി പോയില്ലെങ്കിൽ നമ്മുടെ സ്റ്റോളുകളൊക്കെ പോവും. അപ്പോൾ വേഗം തന്നെ കാണാമെന്ന് വെച്ചു. അപ്പോൾ ഒരു രാത്രി നോക്കിയിട്ട് ഞങ്ങൾ വന്നു. എക്സിബിഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ എക്സിബിഷന് ഇതേ കയറാനായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ 5 പേരും എക്സിബിഷൻ കാണാൻ കയറാണ്. ചൂടൊക്കെ ഉണ്ട്, എന്നിരുന്നാലും നമുക്ക് അതൊരു സന്തോഷമാണല്ലോ. നിറച്ച് കാഴ്ചകളാണല്ലോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ. പക്ഷേ കൂടെ നടക്കുന്ന ചേട്ടന്മാർക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് കേട്ടോ എക്സിബിഷന് വരാമെന്ന് പറഞ്ഞാൽ. നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡ്രസ്സും വളയും കമ്മലും മാലയും അതുപോലെ പാത്രങ്ങളും ഗ്ലാസ്സുകളും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണവിടെ നിൽക്കും. അതുപോലെ അതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. വാങ്ങിച്ചില്ലെങ്കിലും അതൊക്കെ നോക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ചേട്ടാ ഞാൻ. അത് കാരണം പോളാണ്ട് വലിയ ഇഷ്ടമൊന്നുമില്ല കൂടെ വരാൻ. എന്നാലും നിർബന്ധിച്ചപ്പോൾ ഒരു ദിവസം വന്നു രാത്രി. നല്ല ക്ഷീണം ഇതൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ വന്നു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഈ പ്രാവശ്യത്തെ എക്സിബിഷൻ. കാരണം കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, തിരക്ക് കാരണം തന്നെ പോകാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം പോയപ്പോൾ നല്ലൊരു ഫീൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വാങ്ങലും മാത്രമല്ല കേട്ടോ, കഴിക്കലും കൂടി അവിടെ നടക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് നോക്കാൻ എല്ലാ ഐറ്റംസും നമുക്ക് തരും. അപ്പോൾ ടേസ്റ്റ് തരാനായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങുകയും ചെയ്തു. ഇതൊക്കെ കണ്ടോ, വളകളുടെയൊക്കെ ഒരു ലോകം തന്നെയായിരുന്നു. കണ്ട് തള്ളിപ്പോണ പോലത്തെ വളകളായിരുന്നു. അതുപോലെ തന്നെ അച്ചാറുകൾ എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങാം. അപ്പോൾ നമ്മളും അത്യാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രസം. നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര കാര്യമാണ് അച്ചാറുകൾ. പക്ഷെ ഭയങ്കര ഉപ്പൊക്കെ ആയിരുന്നു ചിലതിൽ നല്ല എരിവുണ്ടായിരുന്നു, ചിലത് മധുരം ഉണ്ടായിരുന്നു. എന്നാലും കൊള്ളാം, നമ്മൾ കുറച്ചൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് നിറച്ച് പൂക്കൾ, ഫ്ലവർ വേഴ്സ് ഇഷ്ടം പോലെ ആയിരുന്നു കേട്ടോ. ഇതിങ്ങനെ നമ്മൾ നടക്കണ വഴിയിൽ ഇങ്ങനെ മേലെയാണ് നമുക്കിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതും നല്ലൊരു കാഴ്ചയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കുങ്കുമം. ഞാൻ കുങ്കുമം അധികം ഇടാറില്ല, എന്നിരുന്നാലും ഇത് കാണാനായിട്ട് നല്ല ചേലായിരുന്നു. കാരണം എല്ലാ കളറുകളും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് ഏത് കുങ്കുമമാണെങ്കിലും ഇടാം. പിന്നെ കണ്ട കാഴ്ചകൾ നമ്മുടെ ഐറ്റംസുകളാണ്. യന്ത്രൂഞ്ഞാൽ, വഞ്ചി, അതുപോലെ തന്നെ ബോട്ട്, നല്ല നല്ല സാധനങ്ങളുണ്ടായിരുന്നു, കുറേ എണ്ണം. അതിൽ അത്യാവശ്യം 1-2 എണ്ണത്തിലൊക്കെ കയറി. പിന്നെ നമുക്കിങ്ങനെ കാശ് കളയാൻ ഏർപ്പാടുണ്ടല്ലോ, പൈസ കൊടുത്തിട്ട് റിങ് എറിയാവ് കിട്ടുമ്പോൾ നമുക്ക് അതെടുക്കാം. പക്ഷേ ദൈവം തമ്പുരാൻ സഹായിച്ച് ഒന്നിനെ പോലും നമുക്ക് കിട്ടിയില്ല കേട്ടോ. എന്നാലും ഒരു രസം തന്നെ. ഇതൊക്കെ ആയിരിക്കാം നമ്മുടെ കൂടെ ചേട്ടന്മാർക്ക് ഇഷ്ടമില്ലാത്ത. കാശ് കളയുടെ പരിപാടിയാണ് എക്സിബിഷന് പോകാമെന്നുള്ളതാണ് പറയാറ്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, നമ്മൾ എല്ലാം ട്രൈ ചെയ്തു. അതിലത്തെ ഒരു നല്ലൊരു ഗെയിം തന്നെയായിരുന്നു ഈ ഒരു ഗെയിം. ഭയങ്കരമായിട്ട് നല്ല ഉന്നൊക്കെ പിടിച്ച് നോക്കി, പക്ഷേ വീണില്ല. എന്തോ നമ്മൾ വിചാരിക്കും വീഴുന്നു, പക്ഷേ അവിടെ എത്തുമ്പോൾ അത് മാറിപ്പോവും. ചിലപ്പോൾ സ്പീഡ് കൂടും, ചിലപ്പോൾ സ്പീഡ് കുറയും. പക്ഷെ എന്നാലും നമ്മൾ വിചാരിക്കും ഇപ്പം കിട്ടുന്നു. പക്ഷെ ഒരു 5 എണ്ണം അങ്ങോട്ടാണ് നമുക്ക് 50 രൂപയ്ക്ക് കിട്ടണത്. അതങ്ങനെ പോയി. പിന്നെ നമ്മൾ നടന്നു, കാഴ്ചകളൊക്കെ കണ്ടു. അതുപോലെ ഓളി കേൾക്കാം. നമ്മുടെ യന്ത്രൂഞ്ഞാലിൽ നിന്ന് വളരെയധികം ഓളി കേൾക്കായിരുന്നു. പിന്നെ പാനിപൂരി കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ പാനിപൂരി രസം നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ പാനിപൂരി അടിപൊളിയായിരുന്നു. അതുപോലെ പാവ് ഭാജിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഗെയിമും കൂടി നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഗെയിം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബോൾ എറിഞ്ഞിട്ട് നമുക്ക് ആ നമ്പറിന് നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിന് നമുക്ക് തരാം. പക്ഷെ അതൊന്നും കിട്ടിയൊന്നുമില്ല, അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ നടന്ന് കാലും കൈയൊക്കെ കഴിച്ചു, പോപ്കോണൊക്കെ തിന്നു, കുറച്ച് ഫോട്ടോസ് സെൽഫീസൊക്കെ എടുത്തു, റീൽസ് ഇടാനും കുറച്ച് എടുത്തു. അതുപോലെ തന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ഉഷ്ണത്തിന് കുറച്ച് കുറവുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യത്തേക്കാളും നമുക്ക് ചൂടിന് കുറവുണ്ടായിരുന്നു. പിന്നെ ഇതിലാണ് നമ്മുടെ 2 പേര് കയറിയത്. നമ്മുടെ റോസ്മോളും എൻ്റെ 2ാമത്തെ മോനും കയറിയിട്ടുണ്ടായി, നെവിൻ പോളും കയറിയിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും ഇവർക്കൊരു രസം ഏതെങ്കിലും ഒന്നിൽ കയറണ്ടേ. പിന്നെ യന്ത്രൂഞ്ഞാലിലൊക്കെ കയറാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരും. പിന്നെ എല്ലാവരും ഭയങ്കര ഓളിയിടുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തലകറക്കം, ശരി നീരുവീഴ്ചയും കഫക്കെട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ട് അത് എടുത്തു മറിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് കയറിയില്ല. അതൊക്കെ കണ്ടു, വീഡിയോ പിടിച്ചു, പോന്നു. കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു, കാരണം കാണാൻ നല്ല രസമല്ലേ. നോക്കിയേ എന്ത് ഹൈറ്റിലാണ് പോണത്. പിന്നെ നമ്മളിങ്ങനെ ഓരോ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മുടെ തൃശ്ശൂർ ടൗണിലത്തെ ഓരോ സംഭവങ്ങൾ നമുക്ക് എടുത്ത് കാണിച്ച് തന്നിരുന്നു.
കണ്ടില്ലേ എന്ത് രസമല്ലേ കാണാനായിട്ട്. തൃശ്ശൂർ ടൗൺ മൊത്തം ഉണ്ടായിരുന്നു, തൃശ്ശൂർ മൊത്തം. ഏതൊക്കെ സ്ഥലമാണ് നമ്മുടെ വീടടക്കം എവിടെയാണെന്ന് ഇതിൽ നോക്കിയാൽ കാണാം എന്നാണ് പറഞ്ഞത്, നമ്മുടെ വീടിൻ്റെയൊക്കെ ആ ഒരു വശങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പറയില്ലേ, കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ കാണലും പിടിക്കലൊക്കെ ആയിരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം നല്ല AC ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, നല്ല ചൂടാണല്ലോ പുറത്ത്. ഇതൊക്കെ നമ്മൾ അവിടെ പോയി ഇരുന്ന പോലെ തോന്നണില്ലേ, നല്ല രസമായിരുന്നു കാണാനായിട്ട്. അടിപൊളിയായിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ പവർ സ്റ്റേഷനും ഒക്കെ സൂപ്പറായിരുന്നു. ഇതിൽ ഇത് നല്ലോണം കാശ് പറയും, നമ്മൾ കയറി കണ്ടതിൽ കാശ് മുതലായി എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നെയായിരുന്നു ഈ ഒരു ഐറ്റം. നമുക്ക് നമ്മുടെ തൃശ്ശൂർ ടൗൺ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ജ്വല്ലറികൾ എവിടെയൊക്കെ ഉണ്ട്, ഇതൊക്കെ മനസ്സിലാക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ പുറത്തിറങ്ങി നമ്മുടെ എക്സിബിഷൻ ഏതാണ്ടൊക്കെ കണ്ടു കഴിയാറായി, നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുവിധം കണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് നമ്മളൊരു കേരള പോലീസിൻ്റെ ഒരു സംഭവം കണ്ടതാണ്. അവിടെ ഇതിൻ്റെ ഉള്ളിലെല്ലാം അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ലൈറ്റുകളൊക്കെ കെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രിയാണ് പോയത്, വളരെയധികം രാത്രിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ പോയത്, പക്ഷെ അതൊക്കെ പറ്റി. എന്നാലും ലൈറ്റുകളൊക്കെ അവർ കെടുത്തി തുടങ്ങി. ശരിക്കും ആൾക്കാരുകളൊക്കെ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും വലിയ പ്രസക്തി ഇല്ലല്ലോ. കുറേ പേരൊക്കെ പൂരത്തിന് മുന്നേ പോയിട്ടുണ്ടാവും. നമ്മൾ പൂരം കഴിഞ്ഞ് സമാധാനപരമായിട്ടാണ് പോയത്, ഇടിയൊന്നും കൂടാണ്ട് കാണണം എന്ന് വിചാരിച്ചിട്ട്. അത്യാവശ്യം നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള വഴിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, മോള് കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോളേട്ടനും ആ ഗരുഡൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും എടുത്തിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ടില്ലേ കാണാനായിട്ട്? എന്താ അല്ലേ? ഈ പ്രാവശ്യം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഈ എടുത്തതൊക്കെ നല്ലൊരു പറയില്ലേ, നല്ല അടിപൊളി വർത്തായി കഴിഞ്ഞു കേട്ടോ. നമ്മൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ സൂപ്പറായിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം. മുൻവശം അത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിട്ടൊന്നും കൊടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ കിങ്ങിൽ പോയിട്ട് ചിക്കൻ കഴിച്ചിട്ടാണ് നമ്മൾ മടങ്ങിയത്. അതും ഒരു നല്ലൊരു സംതൃപ്തിയായിരുന്നു. കാരണം നമ്മൾ രാത്രിയിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം ചിക്കൻ കിങ്ങിൽ നിന്നാണ് കഴിച്ചത്, അതും അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ ചിക്കൻ കിങ്ങിൽ പോയി ചിക്കൻ കഴിച്ച ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ലാസ്റ്റ് ഇട്ടിട്ടൊക്കെ ഇട്ടേക്കണത്. ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു. Princess,